അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 1. ക്രിസ്തു യേശുവിന്റെ ദാസനും സുവിശേഷത്തിനു വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനുമായ പൗലോസ്, ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ റോമിലുള്ള എല്ലാവർക്കും എഴുതുന്നത്. തന്റെ പുത്രനെക്കുറിച്ചുള്ള ഈ സുവിശേഷം ദൈവം തന്റെ പ്രവാചകന്മാർ മുഖേന മുമ്പ് തിരുവെഴുത്തുകളിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ പ്രഖ്യാപിക്കപ്പെട്ടവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ഈ സുവിശേഷം. അദ്ദേഹത്താൽ അവിടുത്തെ നാമത്തിനു വേണ്ടി സകല ജനതകളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തുവാനാണ് ഞങ്ങൾക്ക് കൃപയും അപ്പോസ്തലത്വവും ലഭിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിശ്വാസം ലോകത്തിൽ എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മുഖേന എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ ദൈവഹിതത്താൽ വഴി തുറന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ സർവാത്മന സേവിക്കുന്ന ദൈവം ഇതിന് സാക്ഷി. നിങ്ങളെ ശക്തീകരിക്കുവാൻ എന്തെങ്കിലും ആത്മീയവരം നൽകുന്നതിനാണ് ഞാൻ നിങ്ങളെ കാണുവാൻ അതിയായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്റെയും നിങ്ങളുടെയും വിശ്വാസത്താൽ നമുക്ക് പരസ്പരം പ്രോത്സാഹനം ലഭിക്കുവാനിടയാകും. സഹോദരരെ, എനിക്ക് മറ്റു ജനതകളിൽ നിന്നെന്ന പോലെ നിങ്ങളിൽ നിന്നും ഒരു വിളവെടുപ്പുണ്ടാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ പലതവണ ഒരുങ്ങി. എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീക്കുകാരെന്നോ ഗ്രീക്കുകാരല്ലാത്തവരെന്നോ ജ്ഞാനികളെന്നോ മൂഢരെന്നോ ഭേദം കൂടാതെ എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആദ്യം യഹൂദനും പിന്നെ യഹൂദേതരനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അധർമ്മം കൊണ്ട് സത്യത്തെ എതിർക്കുന്ന സകല ദൈവനിഷേധത്തിനും ദുഷ്ടതയ്ക്കും എതിരെ ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധ്യമായതെല്ലാം അവർക്ക് വ്യക്തമായിരിക്കുന്നു. കാരണം ദൈവം അതെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യമായ നിത്യശക്തിയും ദിവ്യ സ്വഭാവവും അവിടുത്തെ സൃഷ്ടികളിലൂടെ കണ്ടു മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ മനുഷ്യന് യാതൊരു ഒഴിവു കഴിവും പറയാൻ സാധ്യമല്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന നിലയിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അവരുടെ യുക്തിചിന്ത ഫലശൂന്യമായി, അവരുടെ മൂഢഹൃദയം ഇരുളടഞ്ഞതായി. വിവേകികൾ എന്ന് സ്വയം അവകാശപ്പെട്ടുവെങ്കിലും അവർ മൂഢരായി തീർന്നു. അനശ്വരനായ ദൈവത്തിന് നൽകേണ്ട മഹത്വം അവർ നശ്വരനായ മനുഷ്യന്റെയും പക്ഷി, മൃഗം, ഇഴജന്തു എന്നിവയുടെയും സാദൃശ്യത്തിലുള്ള രൂപങ്ങൾക്ക് നൽകി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിലെ പാപമോഹങ്ങളിൽ അന്യോന്യം ശരീരങ്ങളെ നികൃഷ്ടമാക്കുന്ന ലൈംഗികാശുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു. അവർ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റി. സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. സ്രഷ്ടാവായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇത് നിമിത്തം ദൈവം അവരെ നികൃഷ്ട മോഹങ്ങളിലേക്ക് വിട്ടുകളഞ്ഞു. അവരുടെ സ്ത്രീജനങ്ങൾ പോലും സ്വാഭാവിക വേഴ്ചയ്ക്ക് പകരം സ്വഭാവ വിരുദ്ധമായത് സ്വീകരിച്ചു. അതുപോലെ സ്ത്രീകളോടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പുരുഷന്മാരും കാമാസക്തരായി പരസ്പരം ഹീനകൃത്യങ്ങളിൽ മുഴുകി. തങ്ങളുടെ ലൈംഗിക വൈകൃതത്തിന് യോഗ്യമായ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിലനിൽക്കുന്നത് ഉചിതമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ട് ദൈവം അവരെ അരുതാത്തത് ചെയ്യുന്ന അധമബുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു. അവർ എല്ലാവിധ അധർമ്മവും ദോഷവും അത്യാഗ്രഹവും നികൃഷ്ടതയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഷണ്ഠ, വഞ്ചന, ദുഷ്ടത എന്നിവയാൽ നിറഞ്ഞവർ. വ്യർത്ഥ സംസാരക്കാരും പരദൂഷകരും ദൈവദ്വേഷികളും നിഷ്ഠൂരരും ഗർവിഷ്ഠരും ആത്മപ്രശംസക്കാരുമത്രേ അവർ. തിന്മയുടെ പുതിയ വഴികൾ അവർ കണ്ടുപിടിക്കുന്നു. അവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരും അവിവേകികളും വിശ്വാസവഞ്ചകരും ഹൃദയശൂന്യരും നിർദ്ദയരുമാണ്.
ഇങ്ങനെയുള്ളവർ മരണയോഗ്യർ എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ ഇക്കാര്യങ്ങൾ തന്നെ തുടർന്ന് ചെയ്യുകയും അപ്രകാരം ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു.